എല്ലാം പാക്ക് ചെയ്യണം. മിക്കവാറും നാളെ ഞാൻ ഇക്കാന്റെ വീട്ടിലേക്ക് പോവാണ്. നോക്കട്ടെ ബേക്കിലുണ്ടാളെ ഇതാപ്പ ഇപ്പൊ കൊണ്ടുപോകുന്നത് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അതിൽ വേണ്ടതൊക്കെ എടുക്കാനുണ്ട്. മുടി കേക്കോട്ട് കെട്ടി വെക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. കടലപ്പൊടി കിട്ടിട്ട് മൊത്തം കടലപ്പൊടി ഇട്ട് എങ്ങനെയുണ്ട്? ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഞാൻ നാളെ പോവുകയാണ് അയച്ചു. അപ്പം ഇന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുന്നത് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീട്ടിലോട്ട് പോകാം. ഹലോ ഗൈസ്, നമ്മുടെ ശുണ്ടേരി വന്നിട്ടുണ്ട്. ഇവിടെ സർപ്രൈസ് ഉണ്ട്. ഓടിവാ. ഞാൻ ലൈസ് തിന്നില്ല. ദേ ഓടിവാ. എന്ത് മുട്ടായി നോക്കട്ടെ, കാട്ട് കയ്യിലുണ്ടോക്കട്ടെ. ഏതാ കളറ്? ഏതാ? തലയിൽ എന്തേത്താ ഗൈസ്? അങ്ങനെ ചാച്ചു കുറുമ്പി എത്തിയിട്ടുണ്ട് അല്ലേ? എന്താ പറയാള്? ഞാൻ എത്തി പറയ്. ഇനി വരിക, ഞാൻ പോവുക. തലയിൽ എന്തൊക്കെ ഒരു പൂവുണ്ട്, ഒരു പുതിയ ഹെയർ ബാൻഡ് ഉണ്ട്. കണ്ടോ, സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. തല അണിച്ചിട്ടില്ല. ഇതെപ്പോ വാച്ചപ്പോ എന്തൊന്നോ വാങ്ങിയാണല്ലോ. കണ്ടില്ല ഇത്തൊക്കെ എന്താ കൊണ്ടുവന്ന് നോക്കട്ടെ ബേക്കിലുണ്ടാളെ. ഇതാപ്പ ഇപ്പൊ കൊണ്ടുപോകുന്നത്. ചതിയായി പോയി ചേച്ചോ. എന്നാ താങ്ക് യു കേട്ടോ. അങ്ങോട്ട് കേറി വാ. ഈ ഷാളാണ് ഞാൻ തപ്പി നടക്കുന്നത്. ഓർമ്മല്ല. കേറി വരൂ അച്ചാച്ചു. അങ്ങനെ ഗൈസ്, നമ്മുടെ അച്ചാച്ചു എത്തിയിട്ടുണ്ട്. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാനാണ്. ഗൈസ്, ഞങ്ങൾ കുറ്റിച്ചക്ക പഴുത്തോ നോക്കിനും പഴുത്തപ്പതാ തിന്നാണ്. എങ്ങനെയുണ്ട്? വെളിച്ചക്ക പൊട്ടിച്ചക്ക തിന്നുന്നു. അല്ല, ഇനി എന്താ മാമനെ ചോദിക്കാത്തത്? ലേസ് തരാം. മാമൻ എന്താ ചോദിക്കാത്തത്? എവിടെ പോയതാ? അമ്മയുടെ പോലെ. വാ, നീ കൊറേ പണിയുണ്ട്. വാ. വന്നതും മുടിയൊന്നും നേരെ വണ്ണം വെക്കാൻ അശ്വൻ നേരല്ല. ലയിച്ചു, ഇതെന്തിനാ മുടി അയക്കുന്നത്? അയച്ചോ? എന്നിട്ട് ഞാൻ ചിരിതലേ നടക്കണോ? കണ്ടില്ലേ? ഇങ്ങോട്ട് വാ ചിരിത. ഇതാ കണ്ടോ, ചിരിതല മുടിയുണ്ടില്ല. മുടി എങ്ങനെ ഉണ്ട് ചോദിച്ചതും. നീ എന്താ കണ്ടോ? ചോദിച്ചാൽ എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്ന കുട്ടിയാണ്. കണ്ടോ, കണ്ടില്ലേ? മോളൊന്നോളി ഇത്ത കണ്ട. ടെസ്റ്റ് ചെയ്ത് നോക്കി തരുമോന്ന്. ഓക്കെ, ഞാൻ ലൈസ് എടുത്തപ്പോൾ കണ്ടില്ലേ, ഓളെ പോലിട്ടയക്കാണ്. വൈകുന്നേരം എനിക്കും കൊടുവള്ളി പോവാം. ഇങ്ങോട്ട് വാ, കാര്യം പറഞ്ഞരാ. വാ.
എന്ത് എന്ത് ഫലൂദ ഫലൂദ കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് എനിക്കോള് മുന്തിരി തന്നത്. ഫലൂദ ഒക്കെ വാങ്ങി കൊടുക്കാനിട്ട്. കൊണ്ടുപോയിപ്പോൾ മുന്തിരി എവിടെ കണ്ടിക്കാം? അത് നീച്ചിന്റെ പച്ച നീച്ചും പച്ചാണ് അക്കിമും അച്ചാച്ച കുളിക്കൊക്കെ ചെയ്ത് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അച്ചാച്ച വന്നാലെ പിന്നെയും കുളിച്ച് വന്നാല് പിന്നെയും കുളിച്ച്. നേരെ കുളിപ്പിച്ചത്. അപ്പൊ ഗൈസ് ഞങ്ങളെ പോയിട്ട് കോളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നിട്ട് എനിക്ക് പോവാനുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. വേഗം വരൂ കേട്ടോ. മോള് കരയണ്ടേ കേട്ടോ. മെച്ചിന്റെ കുട്ടി കരയണ്ടോ. ചോറ് വാരി തരാം. ഓക്കെ വീട്ട് ഇതാ അവിടെ ചോപ്പ് കണ്ടോ. മുന്തിരിന്റെ ചോപ്പ് മതിയാണ്. പോട്ടെ മതി ഇനി ഇങ്ങോട്ട് എടുക്ക്. മെച്ചിന്റെ മോക്ക് മെച്ചി ചോറ് തരാട്ടോ. ഓക്കെ ടീച്ചറെ. അപ്പൊ ഞങ്ങൾ കുളിയെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഞാനും ഉമ്മച്ചും കുളിച്ച് ഇനിയും ഇറ്റാണ് കുളിക്കാത്ത. ഓക്കെ ഗൈസ്. കൊപ്ര നമ്മൾ അന്ന് ഉപ്പ കൊപ്ര മുറിക്കുന്നതായി നമ്മള് കണ്ടില്ലേ. എന്നൊക്കെ ഉണങ്ങിക്കുന്നത് ഉണങ്ങിയോ? ഇത്ര ഇട്ടൊന്നു ഇല്ല. ഇതിനി ഇത് അരിഞ്ഞിട്ട് ഇനി ഉണക്കണല്ലേ. ആ ശരിയാ. ഞാൻ തിന്ന് സഹായിച്ചു തരാം. നല്ല രസാ കൊപ്ര എന്നാല് ഡാഡിക്ക് മുക്കിയാന്. സൂപ്പറാ. ഗൈസ് അങ്ങനെ ഞാൻ കടലപ്പൊടി ഇട്ടിട്ട് മൊത്തം കടലപ്പൊടി ഇട്ട് എങ്ങനെയുണ്ട്? ഞാൻ കടലപ്പൊടി ഇടുന്നുണ്ട്. അയച്ചുവിനും കടലപ്പൊടി ഇടണമെന്നുണ്ടോ. ഇത് നല്ലോണം ഉണങ്ങിയിട്ട് ഞാൻ കടലപ്പൊടി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് മൊത്തിട്ടത് അല്ലേ. ഈ ഉണങ്ങിയിട്ട് ഞങ്ങക്ക് പോക്കണം. കണ്ണാടി നോക്കാൻ പോയിക്കുന്നു. എങ്ങനെയുണ്ട് കണ്ണാടി നോക്കിട്ട്? ഇത് അമ്മയ്ക്കണ്ട അടയ്ക്ക് തേക്കാന്. ഞാൻ കുളിച്ചല്ലേ, ഇനി മെരക്കാവൂലേ തേച്ചാല്? ഇനി കുളിക്കുമ്പോ തേക്കാം. തൈ തരണം. അങ്ങനെ നീ മുടിയിലാക്കല്ലേ. മുടി വേക്കോട്ടാക്ക്. മുടി വേക്കോട്ട് കെട്ടി വെക്കാൻ പറഞ്ഞാ കേൾക്കൂല. പോയി കുളിക്കാൻ പോകാം. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. നീ പിന്നെ കുറച്ച് ചുണ്ടേറ്റി ആയതാണല്ലോ അല്ലേ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ഇങ്ങനെ നെയ്ച്ചറിയും ചോറുന്നല്. കാലെങ്ങനെ വെക്കുക? കാലിങ്ങനെ വെച്ചിട്ട് തിന്നു. എന്ത്
ഗൈസ് ചച്ചുവിന്റെ അബ്ബ എന്റെ അബ്ബനെ കാണിച്ചു കഴിച്ചോ എന്നെ കാച്ചു കൊടുക്കൂല എന്റെ അബ്ബ കാച്ചു കൊടുക്കൂല എന്റെ അബ്ബനെ കാണാൻ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലുണ്ട് അച്ഛന്റെ അബ്ബ അച്ഛനെ പോലാണോ ചോദിക്കലുണ്ട് കാച്ചു കൊടുക്കൂല എനിക്ക് വേണ്ട എന്റെ അബ്ബനെ അവളോട് അബ്ബനെ വിളിക്കുക അപ്പൊ കാണിച്ചു കൊടുക്കണ്ട എന്നുള്ള ദേഷ്യത്തിലാണ് ഞാൻ നമുക്ക് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം ഗൈസ് ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ബാഗിലെല്ലാം പാക്ക് ചെയ്യണം. മിക്കവാറും നാളെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അൽമാരി കുറേ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു എഴുകുന്നേരം കഴിഞ്ഞ് വേണം എന്തൊക്കെ ഇനി പാക്ക് ചെയ്ത് വെക്കാൻ. അപ്പം ഞാൻ ഗൈസ് ഞാൻ പർപ്പിൾ എന്ന് വാങ്ങിയ അരിഞ്ഞാലാണ് ബ്ലൂ കണ്ടോ. അപ്പോൾ ഇനിതാ എല്ലാ സാധനവും എടുത്ത് നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടതൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഒരു വിരാമം ഇട്ടിട്ട് ഞാനിപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പാക്കിങ്ങും സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത്രയും ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. അതിൽ 2 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഡ്രസ്സും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മടക്കി ബാഗിലേക്ക് വെക്കാം കേട്ടോ. കാരണം എല്ലാം കൂടി വെക്കാൻ ബാഗിൽ സ്ഥലമില്ല. പിന്നെ എൻ്റെ ക്യാമറ സ്റ്റാൻഡ് അത് ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാനും ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ഈ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു പൗച്ചിലാക്കിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പെർഫ്യൂം കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ അനിയനെ കൂട്ടാൻ വരും കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, അവൻ പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ. പക്ഷേ അവിടുത്തെ ജോബ് സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ അവൻ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച ഉണ്ടാവും. സൗദിയിൽ നിന്ന് വന്ന ഉടനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നേരം കുറേ ആളുകൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നേരം എന്തോരം ആൾക്കാർക്കുണ്ടെന്ന് അറിയുമോ. ഭയങ്കര ഡൗട്ട്. നമ്മളോടല്ല ചോദിക്കുന്നത്, മറ്റുള്ളവരോട് അങ്ങനെ ചോദിക്കുക ചെയ്യുന്നത്. എന്താ അവൾ പോണില്ലേ, അവൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, തെറ്റി വന്നതാണോ, അങ്ങനെയാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ആൾക്കാർക്ക് ചോദിക്കാനുണ്ടാകുക. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. വീഡിയോ കാണുമ്പോൾ ചിലപ്പം സങ്കടം വരുന്നുണ്ടാകും. കാരണം തെറ്റി വന്നേക്കും എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്കൊരു സന്തോഷം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തതും കൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണല്ലോ. അതിപ്പോൾ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും കാണുന്നവർക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും ഞാൻ പോകുക എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ബാഗെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി ലഗേജൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി പോകാൻ നേരത്ത് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാഗിലേക്ക് വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നാളെ പോകുന്ന വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.